എല്ലാവരും ഇവരൊക്കെ നിങ്ങൾ നേപ്പാളിയല്ല, അപ്പൊ ഇപ്പൊ 6 മണിക്ക് ശേഷം ഇവിടെ വീട്ടിൽ പുറത്ത് പോകാൻ പാടില്ലെന്ന് പറയും. അപ്പൊ അവര് നിന്റെ അച്ഛനും സമ്മതിക്കല്ലോ, നിങ്ങൾ നേപ്പാളല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. പക്ഷെ എന്റെ അമ്മയും അച്ഛൻ പ്രോപ്പർ മലയാളിയാണ്. 6 മണിക്ക് ശേഷം പുറത്ത് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഗേൾസ് ഇങ്ങനെ ചെയ്യാൻ ആ ടൈപ്പാണ്. പക്ഷെ ആരും അത് എന്താ പറയാ, നിങ്ങൾ നേപ്പാളി അല്ലേ, നിങ്ങൾ എങ്ങനെ മലയാളി ആകും? ഞങ്ങൾ അതൊക്കെ അതേപോലെ അനുസരിക്കുവോ? ഞാൻ അനുസരിക്കില്ല. കൂട്ടുകാരികളൊക്കെ എങ്ങനെയുള്ളവരാണ്? ഇതേപോലുള്ള കാര്യങ്ങൾ പറയുന്നവരാണോ അതേ പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്നവരാണോ? അതെ അതെ, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും നല്ലൊരു എന്താ പറയുക ഓപ്പൺ മൈൻഡ് ആണ്. ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ അച്ഛനമ്മ പറയണം കേൾക്കുന്നല്ല എന്നല്ല, പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവല്ലോ. നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല പറഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? അപ്പൊ 6 മണിക്ക് ശേഷം പുറത്തു പോകാൻ പാടില്ല, എന്തുകൊണ്ട് പോകാൻ പാടില്ല? എന്റെ ഒരു മൈൻഡ് ഞാൻ ആലോചിക്കുന്നത്, ഒരത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല, എനിക്ക് ആ ഒരു തോട്ട് എനിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സന്ധ്യനേരത്ത് മുടി വിരിച്ചിടാൻ പാടില്ല പറയുന്നുണ്ട്, ഒരു എക്സാമ്പിള്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് വിരിച്ചിടാൻ പാടില്ല? അപ്പൊ ആ ക്വസ്റ്റ്യൻ അവർ ആൻസർ തരുന്നില്ല. ഇങ്ങനെ ആൻസർ കിട്ടുമ്പോഴല്ലേ നമ്മൾ ഓക്കെ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അവർ ആൻസർ തരുന്നില്ല. അപ്പൊ നമുക്ക് ഓക്കെ, അതെനിക്ക് വിശ്വാസമില്ല. സോന പറയുന്നതിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഈ സാംസ്കാരിക പരിസരം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഫോളോ ചെയ്യുന്ന ചില കസ്റ്റംസ് ആണ്. പക്ഷെ അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് ഉണ്ടെങ്കിൽ ഇതിനെ ഒന്നും അന്ധമായി അനുകരിക്കില്ല. കാരണം ആ ഒരു തിങ്കിങ് ശരിക്കും സോനയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ ഒരുപക്ഷെ ആ വഴിയിലേക്ക് വരാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും. സോന, അതേപോലെ തന്നെ പ്രപ്പോസൽസ് വന്നപ്പോൾ എവിടെ നിന്നാണ് പ്രപ്പോസൽ, സീരിയസ് പ്രപ്പോസൽ? അത് കോളേജ്. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അത് തിരിച്ചു തേച്ചോ? വന്നിട്ട് അല്ല, അതിനിടയ്ക്ക് ഒരു തേപ്പ് കഥ പറഞ്ഞല്ലോ, തിരിച്ച് തേച്ച ഒരു കഥ പറഞ്ഞു. ഒന്നുമില്ല, അതൊരു ഏജ് ഡിഫറൻസ് ആയത് കാരണം ശരി എന്റെ അനിയനല്ലേ ഒഴിവാക്കിയതാണ്. അല്ല, അത് ഈ പറഞ്ഞതുപോലെ വളരെ കൂളായിട്ട് പറഞ്ഞു ഒഴിവാക്കിയോ അതേ ഇതേപോലെ നെഗ്ലക്ട് ചെയ്തോ? ഇല്ല, നമ്മൾ സംസാരിച്ചു തന്നെയായിരുന്നു. അപ്പോഴൊക്കെ അവന്റെ വലിയ ഡയലോഗ് ആയിരുന്നു, എന്താ പറയാ, സച്ചിൻ ടെണ്ടുൽക്കറും അഞ്ജലി അങ്ങനെയില്ല. അയ്യോ വേണ്ട, ആ സമയത്ത് നമുക്ക് ഓപ്പൺ മൈൻഡ് ആയിരുന്നില്ല. ഇപ്പോഴാണ് നമ്മളിപ്പോ കോളേജ് കഴിഞ്ഞിപ്പോ നമുക്ക് ഏജ് ആവും തോറും നമുക്ക് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഓക്കെ. കുഴപ്പമില്ലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രായ വ്യത്യാസമൊന്നും കുഴപ്പമില്ല. അല്ല, ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അങ്ങനെ പറയുന്നില്ല. ഒരു മലയാളി ചിന്തയാണിത്. നേപ്പാളിലും ഇതേ രീതിയിൽ തന്നെയാണോ കല്യാണം കഴിക്കുന്നതൊക്കെ? മുതിർന്ന പുരുഷന്മാരെയാണ് കല്യാണം കഴിക്കുന്നത്, അങ്ങനെയാണോ? നേപ്പാളിലും നോർമൽ എല്ലാം സെയിം ഏജ് തന്നെ ആയിരിക്കും, 1 വയസ്സ് വ്യത്യാസം അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ വലിയ സെയിം എന്താ പറയാ ഏജ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഒരേ ലെവലിൽ തന്നെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ, ഇവിടെ ഒരുപാട് ഏജ് ഡിഫറൻസ് വരുന്നില്ലേ? അതെ. അപ്പൊ അത് ശരിയല്ലാന്ന് തോന്നിയിട്ടില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഏജ് ഡിഫറൻസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആദ്യം വേണ്ടത്.